ഹായ്, മറ്റൊരു സോഷ്യോളജി ലൈവ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് G.H. മീഡിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മിയയുടെ ആരാണെന്ന് നോക്കാം. സിംബോളിക് ഇൻട്രാക്ഷനിസത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് മിയഡ്. സിംബോളിക് ഇൻട്രാക്ഷനിസം എന്നുള്ളത് ഒരു മൈക്രോ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. സിംബോളിക് ഇൻട്രാക്ഷനിസത്തിനെ ഏറ്റവും അധികം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മിയഡ് എന്നുള്ളത് മനസ്സിലാക്കുക. അദ്ദേഹം ലാർജ് സ്ട്രക്ചേഴ്സിൽ നിന്നും ഇൻഡിവിജ്വൽ ഇൻട്രാക്ഷൻസിലേക്ക് സോഷ്യോളജിയുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഇനീഷ്യലായിട്ടുള്ള ഒരുപാട് സോഷ്യോളജിക്കൽ തിയറീസൊക്കെ, പ്രത്യേകിച്ചും പാഴ്സൻ്റെ ഒക്കെ തിയറിയൊക്കെ വലിയ രീതിയിലുള്ള സോഷ്യൽ സ്ട്രക്ചറുകളായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഇങ്ങനെ സോഷ്യൽ സ്ട്രക്ചറുകളെ ഫോക്കസ് ചെയ്തിരുന്ന സോഷ്യോളജിക്കൽ തിയറീസിൽ നിന്നും കുറച്ചും കൂടി മൈക്രോ ലെവലിലേക്ക് വന്നിട്ട് ഇൻഡിവിജ്വൽ ഇൻട്രാക്ഷൻസിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് സോഷ്യോളജിക്കൽ തിയറിയെ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബിഹേവിയറലിസം അദ്ദേഹത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള കോൺസെപ്റ്റ് സോഷ്യോളജിയുടെയും സൈക്കോളജിയുടെയും ഒരു മിക്സ് ആണെന്ന് പറയാം. ഒരു സോഷ്യൽ സൈക്കോളജിക്കൽ തിയറിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് സിംബോളിക് ഇൻട്രാക്ഷനിസം എന്ന് പറഞ്ഞാൽ? സോഷ്യോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിറ്റിക്കൽ ട്രഡീഷനാണല്ലേ. എന്തൊക്കെയാണ് സിംബോളിക് ഇൻട്രാക്ഷനിസത്തിൻ്റെ പ്രത്യേകത? സിംബോളിക് ഇൻട്രാക്ഷനിസം ഒരു മൈക്രോ ലെവൽ തിയറിയാണ്. അതായത് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ ഓരോ വ്യക്തികളും ഏതൊക്കെ രീതിയിലുള്ള മീനിങ്സ് ആണ് ഇൻട്രാക്ഷൻസിന് അറ്റാച്ച് ചെയ്യുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം ചെയ്യുന്നത്. അതായത് ആളുകൾ അവരുടെ ഇൻട്രാക്ഷൻസിൽ ഒരുപാട് മീനിങ്സ് ഉപയോഗിക്കുന്നു, ഒരുപാട് സിംബൽസ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ മീനിങ് ആയിട്ടുള്ള സിംബലുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ പോസിബിൾ ആകുന്നത്. ഈ സിംബലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻട്രാക്ഷനും അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സൊസൈറ്റിയെയും സോഷ്യൽ റിയാലിറ്റിയെയും മനസ്സിലാക്കാൻ സാധിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം മുന്നോട്ട് വെക്കുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബിഹേവിയേഴ്സും സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സിംബലുകളാണ് ഉപയോഗിക്കുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സൊസൈറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ. സിംബോളിക് ഇൻട്രാക്ഷനിസം ഈസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആക്ട്സ്. നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആക്റ്റുകളെ, പ്രവൃത്തികളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംബോളിക് ഇൻട്രാക്ഷനിസം എന്നുള്ളത് മൈക്രോ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ്. നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഓരോ വ്യക്തികളും ഉപയോഗിക്കുന്ന സിംബലുകളെയും മീനിങ്സിനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പെർസ്പെക്റ്റീവിൽ പ്രധാനമായിട്ട് വരുന്നത്. ഈ സിംബോളിക് ഇൻട്രാക്ഷനിസം എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്? മിയഡാണോ? നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മിയഡിൻ്റെ സോഷ്യൽ സെൽഫ് തിയറിയെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോഷ്യൽ സെൽഫ് തിയറിയെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ JRF ട്രാക്ക് ബാച്ചിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് 2 മാസം കൂടിയാണ് എക്സാമിനുള്ളത്. ജൂണിലെ എക്സാമാണ്, ഏപ്രിൽ മെയ് 2 മാസമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ ഒരു 2 മാസത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നെറ്റ് JRF എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഐഫറിൻ്റെ JRF ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഐഫർ. 3 വർഷം കൊണ്ട് 1524 നെറ്റും 211 JRF നമുക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഐഫറിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു 2 മാസം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന സ്കോറോടുകൂടെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങിലൂടെയൊക്കെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ഉള്ളത്. അതുപോലെ കോഴ്സിലെ ഓരോ കുട്ടികൾക്കും പേഴ്സണൽ ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ടാകും, ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ഐഫറിൻ്റെ കോഴ്സുകൾക്കുള്ളത്. പിന്നെ ഇവിടെ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാനുള്ളൊരു കാര്യം, സോഷ്യോളജിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് നമുക്കുണ്ട്. അതുപോലെ പേപ്പർ 1നും ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ JRF ട്രാക്കിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ സെൽഫ് തിയറിയിലേക്ക് വരാം. മിയഡിൻ്റെ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു സോഷ്യൽ സെൽഫ് തിയറിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അദ്ദേഹം മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ.
ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീഡ് പറയുന്ന ബേസിക് ആയിട്ടുള്ളൊരു പോയിന്റ്, സൊസൈറ്റി ഷേപ്സ് ഹൂ യു ആർ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് സൊസൈറ്റിയാണ് ഷേപ്പ് ചെയ്യുന്നത്. എല്ലാ ബിഹേവിയേഴ്സും സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മുടെ മൈൻഡും സെൽഫും ഒക്കെ ഡെവലപ്പ് ആകുന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളത് സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ഒരു തിയറിയുടെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്. അതുകൊണ്ടാണ് നമ്മളിതിനെ സോഷ്യൽ സെൽഫ് തിയറി എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സോഷ്യൽ സെൽഫ് തിയറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ട് ആണെന്നുള്ളതാണ്. അതായത് ആക്ട് എന്ന് പറയുമ്പോൾ പ്രവൃത്തി. ഈ ആക്റ്റാണ് നമ്മുടെ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ്. ഈ ആക്റ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം ചെയ്യുന്നത്. ആക്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി ചെയ്യുന്നതാണെങ്കിൽ അതിനെ ആക്ട് എന്നാണ് പറയുക. ഒന്നിലധികം വ്യക്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനെ സോഷ്യൽ ആക്ട് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ ഇത് നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ആക്റ്റാണ്. ഓക്കെ, എന്നാൽ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റൊരാളോ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ രണ്ടുപേരും അതിൽ വരികയാണെങ്കിലോ അത് സോഷ്യൽ ആക്റ്റാണ്. ഈ ആക്റ്റുകളും സോഷ്യൽ ആക്റ്റുകളുമാണ് ഈ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്നുള്ളതാണ് മീഡ് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ആക്റ്റിൽ 4 കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ഇമ്പൾസ് എന്നുള്ളതാണ്. മീഡ് പറയുന്ന കാര്യങ്ങളാണ് ഒരു ആക്റ്റിനകത്ത് വരുന്ന 4 കാര്യങ്ങൾ. അതിലൊന്നാമതായിട്ട് വരുന്നത് ഇമ്പൾസ് എന്നുള്ളതാണ്. ഇമ്പൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു നീഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വിശക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നു. അപ്പോൾ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു നീഡ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നുക, ഒരു ബയോളജിക്കൽ ഫീലിംഗ് ഹാപ്പനിങ് ഇൻ അവർ ബോഡി. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുക, ഞാനിത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ആക്റ്റിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്നുള്ളതാണ് മീഡ് പറയുന്നത്. ഇമ്പൾസ് എന്നുള്ളത് ഓർക്കുക. ഹങ്കർ എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് വരുന്നത് പെർസെപ്ഷൻ എന്നുള്ളതാണ്. നമ്മളുടെ എന്ത് ഇമ്പൾസാണോ നമുക്ക് നമ്മുടെ ഒരു ശരീരത്തിൽ വന്നിട്ടുള്ളത്, ആ ഇമ്പൾസിനോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർസെപ്ഷൻ, നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്ത് കാര്യം ചെയ്യാനാണോ തോന്നിയിട്ടുള്ളത് അതിന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു പെർസെപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാർഗ്ഗങ്ങൾ നമ്മൾ ആലോചിക്കും. അതാണ് പെർസെപ്ഷൻ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജ് മാനിപ്പുലേഷൻ എന്നുള്ളതാണ്. മാനിപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ഇമ്പൾസ് ആണോ എന്ത് നീഡാണോ ഉള്ളത് അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വിശപ്പാണുള്ളത്. അപ്പോൾ വിശപ്പാണെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ യു ആർ മേക്കിംഗ് ആൻ എഫേർട്ട്. അപ്പോൾ ആ എഫേർട്ടിനെയാണ് മാനിപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കി അതിനകത്തുള്ള ഫുഡ് എടുത്തു, ആ ഫുഡ് കഴിക്കുക എന്നുള്ള പ്രോസസ്സാണ് കൺസ്യൂമേഷൻ. നിങ്ങളുടെ ആ ഒരു നീഡ് അവിടെ ഫുൾഫിൽ ആകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 4 സ്റ്റേജാണ് ഒരു ആക്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് ആക്റ്റുകളാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് ആക്റ്റാണ്. ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ആകുമ്പോൾ അത് സോഷ്യൽ ആക്റ്റാണ്. ആക്റ്റിൻ്റെ 4 സ്റ്റേജസ് ആണ് മീഡ് പറയുന്നത്. അതിലൊന്നാമത്തത് ഇമ്പൾസാണ്. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു നീഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊരു സൈക്കോളജിക്കൽ തിയറി കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് സോഷ്യൽ സൈക്കോളജിക്കൽ തിയറി ആണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് ഇമ്പൾസ് ആണെന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് പെർസെപ്ഷൻ, ആ ഒരു ഇമ്പൾസിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് മാനിപ്പുലേഷൻ, നമ്മൾ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുക. നാലാമത്തത് കൺസ്യൂമേഷൻ, ആ ഒരു നീഡിനെ ഫുൾഫിൽ ചെയ്യുക. ഇങ്ങനെ 4 കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് ആക്ട് എന്നതാണ് മീഡ് പറയുന്നത്. സോഷ്യൽ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു വ്യക്തി ചെയ്യുമ്പോൾ ആക്റ്റാണ്, ഒന്നിലധികം ആളുകൾ ചെയ്യുമ്പോൾ അത് സോഷ്യൽ ആക്റ്റാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യം അത് ആക്റ്റാണ്. മറ്റാളുകൾ കൂടി ഇൻവോൾവ് ആകുമ്പോൾ അത് സോഷ്യൽ ആക്റ്റാണ്. ഇങ്ങനെ സോഷ്യൽ ആക്റ്റുകളുടെ അഗ്രിഗേറ്റാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ ആക്റ്റുകൾ കൂടി ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൊസൈറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റി ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് സോഷ്യൽ ആക്ട് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടല്ലോ, സോഷ്യൽ ആക്റ്റുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ സോഷ്യൽ ആക്റ്റുകളിനകത്ത് നമ്മൾ വിവിധ രീതിയിലുള്ള ജെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ആംഗ്യങ്ങളും സിംബലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇൻട്രാക്ഷൻസ് പോസിബിൾ ആകുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻ പോസിബിൾ ആകുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള സിംബലുകളും ജെസ്റ്റേഴ്സും
ഉപയോഗിച്ചിട്ടാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ആയതാണ് എന്ന് മനസ്സിലാക്കുക. സോഷ്യൽ ഇൻട്രാക്ഷൻ സോഷ്യൽ ആക്ട്സിൻ്റെ അഗ്രിഗേറ്റാണ് സൊസൈറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സോഷ്യൽ ഇൻട്രാക്ഷനിൽ ജെസ്റ്റേഴ്സും സിംബൽസും ഇൻവോൾവഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം, സോഷ്യൽ ഇൻട്രാക്ഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ ജെസ്റ്റേഴ്സ് ഓർ സിംബൽസ് വിച്ച് ഹാസ് കോമൺ മീനിങ് ഫോർ ഓൾ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആംഗ്യങ്ങൾ അത് അവർക്ക് കൂടി മനസ്സിലാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അതേ വാക്ക് നിങ്ങൾക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കോമൺ മീനിങ് ഉള്ള ജെസ്റ്റേഴ്സും സിംബൽസും ആണ് ആളുകൾക്കിടയിൽ ഇൻട്രാക്ഷൻ പോസിബിൾ ആകുന്നത്. നമ്മൾ പറഞ്ഞു ആക്ട്, സോഷ്യൽ ആക്ട്. അപ്പോൾ ഈ സോഷ്യൽ ആക്ട് പോസിബിൾ ആകുന്നത് ജെസ്റ്റേഴ്സും സിംബൽസും ഉള്ളത് കൊണ്ടാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ജെസ്റ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന വിവിധ രീതിയിലുള്ള ആംഗ്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓരോരോ ആംഗ്യങ്ങളില്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. മൃഗങ്ങളാണെങ്കിലും ഓരോ ആംഗ്യങ്ങൾ കാണിക്കും, മനുഷ്യൻ ഓരോ ആംഗ്യങ്ങൾ കാണിക്കും. അങ്ങനെ നമ്മളൊരു ആംഗ്യം കാണിക്കുമ്പോൾ അടുത്തൊരാൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് ജെസ്റ്റർ എന്ന് പറയുന്നത്. ഒരു മീനിങ് ഉണ്ടാവുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാളിൽ ഒരു റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ജെസ്റ്റർ. ഇപ്പോൾ നിങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യണം, അപ്പോൾ നിങ്ങളിങ്ങനെ കൈ കാണിക്കുമ്പോൾ ബസ് നിർത്തുന്നു. കാരണം നിങ്ങൾ കൈ കാണിക്കുക എന്നുള്ള ജെസ്റ്റർ അവിടെ കാണിച്ചു. ആ ജെസ്റ്റർ ബസ്സിൻ്റെ ഡ്രൈവർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അതാണ് ജെസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ കാണിക്കുന്ന വിവിധ രീതിയിലുള്ള ആംഗ്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ സിറ്റുവേഷനിൽ വരുമ്പോൾ ജെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്. ആളുകൾക്കിടയിൽ ജെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെർസേഷൻ നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, രണ്ട് രീതിയിലുള്ള ജെസ്റ്റേഴ്സ് ഉണ്ട് എന്നതാണ് മീഡ് പറയുന്നത്. ഒന്ന് വെർബൽ ജെസ്റ്റേഴ്സ് ആണ്, രണ്ടാമത്തേത് നോൺ വെർബലാണ്. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആംഗ്യങ്ങൾ, നോൺ വെർബൽ ആയിട്ടുള്ള രീതിയിലുള്ള ജെസ്റ്റേഴ്സ്. ഓക്കെ, അടുത്തതായിട്ട് മീഡ് ഉപയോഗിക്കുന്നൊരു വാക്കാണ് സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ എന്നുള്ളത്. സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ജെസ്റ്റർ കാണിക്കുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ടെങ്കിൽ അതിനാണ് സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ എന്ന് പറയുക. മീനിങ് ഇല്ലെങ്കിൽ ജസ്റ്റ് ജെസ്റ്റർ എന്ന് മാത്രമേ പറയുള്ളൂ. മീനിങ് വരുമ്പോഴാണ് അതിനെ സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ എന്ന് പറയുക. വെൻ എ ജെസ്റ്റർ കമ്മ്യൂണിക്കേറ്റ്സ് എ മീനിങ് ഇറ്റ് ഈസ് കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ ഓർ സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾ. ഓക്കെ, ഈ സിഗ്നിഫിക്കൻറ്റ് സിമ്പിളുകൾക്കിടയിലുള്ള സിഗ്നിഫിക്കൻറ്റ് സിമ്പിളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ആളുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതേ കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ പറയുന്നതിനൊരു മീനിങ്, നമുക്കിടയിൽ ഒരു കോമൺ മീനിങ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ കോമൺ മീനിങ് ഉള്ള ഒരുപാട് സിമ്പലുകളും ജെസ്റ്റേഴ്സും ആണ് ലാംഗ്വേജ്. ഇങ്ങനെ സിമ്പലുകളും ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആളുകൾ സോഷ്യൽ ആക്ട് നടത്തുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഓൺലി വെൻ വി ഹാവ് സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾസ് ദ റിയൽ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് പോസിബിൾ. ഇങ്ങനെ ആളുകൾക്കിടയിൽ സിഗ്നിഫിക്കൻറ്റ് സിമ്പലുകൾ ഉണ്ടാകുന്നതിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീനിങ് ഉള്ളതിനെയാണ്, മീനിങ് ഉള്ള സിമ്പിൾസിനെയും ജെസ്റ്റേഴ്സിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലാംഗ്വേജ് ആണ് അല്ലേ. ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ഭാഷകളുണ്ടാവും. ആ ഭാഷകൾ എന്ന് പറയുന്നത് ഒരുപാട് സിമ്പലുകൾ കൂടി ചേർന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്. ആ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ജെസ്റ്റേഴ്സാണ്, സിമ്പലുകളാണ്. ആ സിമ്പലുകൾക്ക് മീനിങ് ഉണ്ട്. ആ മീനിങ് എല്ലാവരും പഠിക്കുന്നു. അങ്ങനെ ഈ നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾക്കുള്ള മീനിങ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് കൊണ്ടാണ് അവിടെ ഒരു ലാംഗ്വേജ് പോസിബിൾ ആവുന്നത്, ഇൻട്രാക്ഷൻ പോസിബിൾ ആകുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പൽ ലാംഗ്വേജ് ആണ്. കാരണം ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് ആണെങ്കിലും സെൽഫ് ആണെങ്കിലൊക്കെ ഡെവലപ്പ് ആവുകയുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ സെൽഫ് ഡെവലപ്പ് ആവുക എന്നുള്ളത് പോസിബിളാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമ്മുടെ മൈൻഡാണെങ്കിലും സെൽഫ് ആണെങ്കിലൊക്കെ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഡെവലപ്പ് ആകുന്നത് എന്നുള്ളതാണ്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മൈൻഡ് ടു ഡെവലപ്പ് വിത്തൗട്ട് സോഷ്യൽ എക്സ്പീരിയൻസ്? ഈ ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ മൈൻഡും സെൽഫൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണോ? മീഡ് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ മാത്രമേ നമ്മുടെ മൈൻഡും സെൽഫും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ? മീഡ് പറയുന്നത് മൈൻഡ് ഈസ് എ പ്രോസസ് ഓഫ്
ഇന്നർ കോൺവെർസേഷൻ വിത്ത് വൺ സെൽഫ് എന്നുള്ളതാണ്. നമ്മളോട് തന്നെ നടത്തുന്ന ഇന്നർ കോൺവെർസേഷനെയാണ് അദ്ദേഹം മൈൻഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഗ്രാജുവലി ഡെവലപ്ഡ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മളിങ്ങനെ നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കുന്നത്. പ്രത്യേകിച്ചും ലാംഗ്വേജ് എന്നുള്ളതൊരു സിഗ്നിഫിക്കൻറ്റ് സിമ്പിളാണ് നമ്മൾ പറഞ്ഞു. ഈ സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾ പഠിച്ചെടുക്കുന്നതോടുകൂടെയാണ് നമുക്ക് മറ്റുള്ളവരോടാണെങ്കിലും നമ്മളോടാണെങ്കിലും സംസാരിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്നർ കോൺവെർസേഷൻ വിച്ച് ഈസ് ഗ്രാജുവലി ഡെവലപ്ഡ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ മൈൻഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ പറയുന്നൊരു കാര്യം, ഇറ്റ്സ് എ സോഷ്യൽ ഫിനോമിനൻ. നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാലും സോഷ്യൽ ഫിനോമിനൻ എന്ന് പറഞ്ഞാലൊക്കെ ഒന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മുടെ മൈൻഡും സെൽഫൊക്കെ ഡെവലപ്പ് ആകുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. ഓക്കെ, അപ്പോൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്നർ കോൺവെർസേഷൻ എന്ന് മനസ്സിലാക്കുക. അത് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കോൺസെപ്റ്റാണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത്. ഈ ഒരു തിയറിയുടെ ഭാഗമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ടു തിങ്ക് ഫ്രം അതർ പീപ്പിൾസ് പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. ദി ജനറൽ മെക്കാനിസം ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് ഈസ് റിഫ്ലെക്സിവിറ്റി. അതായത് മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് റിഫ്ലെക്സിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മറ്റുള്ള ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അതിനാണ് റിഫ്ലെക്സീവ് തിങ്കിങ് എന്ന് പറയാം. ഓക്കെ, അതായത് ദ എബിലിറ്റി ടു തിങ്ക് ഫ്രം അതർ പീപ്പിൾസ് പെർസ്പെക്റ്റീവ്സ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അതർ പീപ്പിൾസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. സെൽഫ് എമേർജസ് വെൻ ഇൻഡിവിജ്വൽസ് സീ ദംസെൽഫ്സ് ആസ് ഒബ്ജക്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ഹൗ അതേഴ്സ് വിൽ സീ ദം. മറ്റുള്ളവർ നമ്മളെ എങ്ങനെയായിരിക്കും കാണുക, നമ്മുടെ ആക്ഷൻസിനെ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത് ചിന്തിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റിഫ്ലെക്സിവിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്നൊരു കാര്യം എന്താണ് സെൽഫ് എന്നുള്ളതാണ്. സെൽഫ് കൺസിസ്റ്റസ് ഓഫ് ഹിസ് ഓൺ എ പേഴ്സൺ സെൽഫ് കൺസിസ്റ്റസ് ഓഫ് ഹിസ് തോട്ട്സ് അബൌട്ട് ദി യൂണിഫൈഡ് ഗോൾ ഓഫ് ഹിസ് ഓർ എ ബോഡി, ഇമോഷൻസ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ തോട്ട്സിനെ കുറിച്ചും നമ്മുടെ ആക്ഷൻസിനെ കുറിച്ചും നമ്മുടെ ബോഡീനെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് തിങ്കിങ്ങിനാണ് സെൽഫ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സെൽഫ് എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലായിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു യൂണിഫൈഡ് തിങ്കിങ് ഉണ്ടാവില്ല, ഒരു സെൽഫ് ഉണ്ടാവില്ല. അത് പിന്നീട് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ മീഡ് പറയുന്ന ഒരു കാര്യം, സെൽഫ് എന്നുള്ളത് ഒരു സോഷ്യൽ പ്രോസസ്സാണെന്നുള്ളതാണ്. സെൽഫ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തിങ് അല്ല. ഇറ്റ് ഈസ് എ പ്രോസസ്സ്, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഇമേജാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൽഫ് നമ്മുടെ ഒരു വ്യക്തിത്വം അതെങ്ങനെയായിരിക്കും രൂപപ്പെടുന്നത്? സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മുടെ സെൽഫ് രൂപപ്പെടുന്നത് എന്നതാണ് മീഡ് പറയുന്നത്. അതിന് 2 സ്റ്റെപ്പ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിലൊന്നാമത്തത് ഇന്നർ കോൺവെർസേഷൻ എന്നുള്ളതാണ്, രണ്ടാമത്തത് ഔട്ടർ കോൺവെർസേഷൻ. ഇന്നർ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കുക. കാരണം നമ്മളോട് തന്നെ സംസാരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഒരു സെൽഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള തിങ്കിങ് നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഉണ്ടാവുന്നത്, നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത്. അതുപോലെ ഔട്ടർ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ വെർബലായിട്ടും നോൺ വെർബലായിട്ടൊക്കെ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ സെൽഫിനെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി കുട്ടികളിൽ എങ്ങനെയായിരിക്കും സെൽഫ് ഡെവലപ്പ് ആകുന്നത്? മീഡ് പറയുന്നത് കുട്ടികൾ ചെറുതാകുന്ന സമയത്ത് അവർക്ക് സെൽഫ് ഉണ്ടാവില്ല, അവർക്കൊരു സോഷ്യൽ സെൽഫ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ അവരുടെ ഒരു പൊസിഷൻ എന്താണെന്നോ അവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്നോ അവരുടെ ഒരു വ്യക്തിത്വം എന്താണെന്നോ എന്നൊന്നും അവർക്ക് അറിയുന്നില്ല, ഒരു ബ്ലാങ്ക് ആണ് അല്ലേ. അതായത് കുട്ടികൾക്ക് സെൽഫില്ല. പിന്നീട് അവർ ബാക്കിയുള്ള ആളുകൾ, അഡൾട്ടായിട്ടുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അവർ പഠിക്കുന്നു. അങ്ങനെ അവർ മറ്റുള്ളവരെ, മുതിർന്ന ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവരുടെ കളികളിലൊക്കെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ കളികളിലൂടെയൊക്കെ അവർ ഈ സോഷ്യൽ റോള് മനസ്സിലാക്കുകയും സൊസൈറ്റിയിൽ അവരുടെ ഒരു സെൽഫ് എന്താണ് എന്നുള്ളത് ഇൻറ്റേർണലൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾ വിവിധ രീതിയിലുള്ള കളികളിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സെൽഫിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എന്നുള്ളത് ഒരു സോഷ്യൽ എക്സ്പീരിയൻസിൻ്റെ, സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്.
ഓക്കെ, പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് എന്നുള്ളത്. സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ, ക്ലോസ് സർക്കിൾ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഒരു കുട്ടി സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് അവരുടെ സെൽഫ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്തുന്നതിൽ ഏറ്റവും ആദ്യം വരുന്നത് അവരുടെ ക്ലോസ് സർക്കിൾ ആയിരിക്കില്ല, അവരുടെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു കുട്ടിയുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ ആരാണോ അവരെയാണ് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് എന്ന് പറയുന്നത്. ഈ സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് ആയിരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻട്രാക്ഷനിൽ ഏറ്റവും അധികം അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരായിരിക്കും അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു വാക്കാണ് ജനറലൈസ്ഡ് അതേഴ്സ് എന്നുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജർ സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് നമ്മുടെ സോഷ്യൽ സർക്കിളിൻ്റെ അപ്പുറത്തുള്ള സൊസൈറ്റിയാണ്, നമ്മുടെ ക്ലോസ് സർക്കിളിൻ്റെ അപ്പുറത്തുള്ള സൊസൈറ്റിയാണ് ജനറലൈസ്ഡ് അതർ എന്ന് പറയുന്നത്. ഈ ഒരു സിഗ്നിഫിക്കൻ്റ് അതർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ലല്ലോ ജനറലൈസ്ഡ് അതർ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻ്റ് അതർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസ്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ. നമ്മളൊരു ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ആ ഒരു സിഗ്നിഫിക്കൻ്റ് അതേഴ്സിൻ്റെ അടുത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും, കാരണം അതാണ് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സോഷ്യൽ സർക്കിൾ. എന്നാൽ ഈ ക്ലോസ് സർക്കിളിൻ്റെ പുറത്തോട്ട് പോകുമ്പോഴോ അതാണ് ജനറലൈസ്ഡ് അതേഴ്സ്, ബാക്കിയുള്ള ആളുകളൊക്കെ അതിൽ വരുന്നു. അവിടെ ഒരുപാട് നോംസും റൂൾസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സൊസൈറ്റി, ഈ ജനറലൈസ്ഡ് അതർ എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ന് വിചാരിച്ചാൽ മതി, ലാർജർ സൊസൈറ്റി. നമ്മുടെ ക്ലോസ് സർക്കിൾ അല്ലാത്ത ബാക്കി എല്ലാവരും ഈ ഒരു ജനറലൈസ്ഡ് അതറിൻ്റെ ഭാഗമായിട്ടാണ് വരിക. ഓക്കെ, ഇങ്ങനെ മറ്റുള്ള ആളുകൾ ഈ ജനറലൈസ്ഡ് അതർ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, അതിൻ്റെ റൂൾസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിലൂടെയാണ് ശരിക്കും ഒരു വ്യക്തിയുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് പൂർണ്ണമാകുന്നത്. നമ്മുടെ സിഗ്നിഫിക്കൻ്റ് അതേഴ്സിനെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ജനറലൈസ്ഡ് അതേഴ്സിൽ പെടുന്ന ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എന്തൊക്കെ റൂൾസാണ് ഉള്ളത്, ഇതൊക്കെ മനസ്സിലാകുന്നതോടുകൂടിയാണ് ഒരു കുട്ടിയുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് പൂർണ്ണമാകുന്നത്. നമ്മൾ പറഞ്ഞു റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത് മനസ്സിലാക്കുകയാണെന്നുള്ളത്. ഇങ്ങനെ മറ്റുള്ളവരെന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ജനറലൈസ്ഡ് അതറുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ്റെ കാര്യത്തിലാണ്. റിഫ്ലെക്സിവിറ്റി ലീഡ്സ് ടു ഇൻറ്റേർണലൈസേഷൻ ഓഫ് ജനറലൈസ്ഡ് അതർ ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് സൊസൈറ്റി ബിക്കം പോസിബിൾ. അതായത് ഈ ജനറലൈസ്ഡ് അതറിൻ്റെ നോംസും വാല്യൂസും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിഫ്ലെക്സിവിറ്റിയിലൂടെയാണ്. ഇങ്ങനെ റിഫ്ലെക്സിവിറ്റിയിലൂടെ ജനറലൈസ്ഡ് അതറിൻ്റെ നോംസും വാല്യൂസൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ സിഗ്നിഫിക്കൻ്റ് അതറുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജനറലൈസ്ഡ് അതറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ പോസിബിൾ ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻ്റ് അതർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ജനറലൈസ്ഡ് അതർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ സിഗ്നിഫിക്കൻ്റ് അതറുമായിട്ട് കുട്ടി വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനെ സിഗ്നിഫിക്കൻ്റ് അതറുമായിട്ട് കംഫർട്ടബിളായി കുട്ടി ഒരു ഘട്ടം കഴിയുമ്പോൾ സിഗ്നിഫിക്കൻ്റ് അതറിൻ്റെ അപ്പുറത്തുള്ള ജനറലൈസ്ഡ് അതറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ ജനറലൈസ്ഡ് അതറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അതായത് ലാർജർ സൊസൈറ്റിയുമായിട്ട്, നമ്മുടെ വീട്ടുകാരല്ലാത്ത ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പിൻ്റെ നോംസ് എന്താണ്, വാല്യൂസ് എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള റൂൾസാണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല എങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യുക, സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്തുക, അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ശരിക്കും വളരെ ചലഞ്ചായിരിക്കും അല്ലേ. ഈ ഒരു ചലഞ്ച് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കുട്ടി ജനറലൈസ്ഡ് അതറിനെ ഇൻറ്റേർണലൈസ് ചെയ്യണം. ഈ ജനറലൈസ്ഡ് അതറിൻ്റെ നോംസ് എന്താണ്, വാല്യൂസ് എന്താണ്, റൂൾസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെയാണ് പിന്നീട് ആ ജനറലൈസ്ഡ് അതറുമായിട്ട് ഇൻട്രാക്ഷൻ പോസിബിൾ ആകുന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു മിംഗ്ലിങ് പോസിബിൾ ആകുന്നത്. ജനറലൈസ്ഡ് അതറുമായിട്ടുള്ളൊരു മിംഗ്ലിങ് പോസിബിൾ ആവണമെങ്കിൽ ജനറലൈസ്ഡ് അതറിൻ്റെ റൂൾസും അതുപോലെ നോംസൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഇൻറ്റേർണലൈസേഷൻ അവിടെ നടക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സിഗ്നിഫിക്കൻ്റ് അതറും ജനറലൈസ്ഡ് അതറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് അതർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിളാണ്. ജനറലൈസ്ഡ് അതർ എന്ന് പറയുമ്പോൾ ലാർജർ സൊസൈറ്റിയാണ്. ഒരു കുട്ടി ഏറ്റവും ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്നത് സിഗ്നിഫിക്കൻ്റ് അതേഴ്സുമായിട്ടാണ്. അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അതിലൂടെ അവരുടെ ഒരു സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് പുറത്തോട്ട് ഈ ഒരു സർക്കിളിൽ പുറത്തോട്ട് വരുമ്പോൾ അതാണ് ജനറലൈസ്ഡ് അതർ. അവിടെ വരുമ്പോൾ ഈ സിഗ്നിഫിക്കൻ്റ് അതർ പോലെയല്ല, വേറെയും ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാകും. ഈ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കി വേണം അവർക്ക് ഈ ഒരു ജനറലൈസ്ഡ് അതറുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, ഒരു വ്യക്തിയുടെ സെൽഫിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുമെന്നതാണ് മീഡ് പറയുന്നത്. ഐ ആൻഡ് മീ എന്നുള്ളതാണ്. ഐ ആൻഡ് മീ, അതായത് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ഐ എന്നുള്ള ഒരു പാർട്ട്,
പിന്നെ ഒന്ന് മീ എന്നുള്ള പാർട്ട്. നമ്മളിവിടെ പറഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ജനറലൈസർ അതറുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഇൻട്രാക്ഷൻ പോസിബിൾ ആവുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഈ ഒരു ഗ്രോത്ത് സ്റ്റേജ്, ഈ ഒരു ജനറലൈസർ അതറുമായിട്ടുള്ള മിംഗ്ലിങ് പോസിബിൾ ആകുന്നതിലൂടെയാണ് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിലുള്ള സെൽഫ് ഡെവലപ്പ് ആകുന്നത്. ഈ സെൽഫ് എന്ന് പറയുന്നത് ഐ ആൻഡ് മീ, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണെന്നാണ് പറയുന്നത്, മീഡ് പറയുന്നത്. ഈ ഐ ആൻഡ് മീ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫിൽ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫാണ്. അതായത് നമ്മളൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മൈൻഡിൽ എന്താണ് വരുന്നത്, ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണ് വരുന്നത്, അതാണ് ഐ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് എന്താണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്, അതാണ് ഐ എന്നുള്ളത്. നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതാണ് പറയേണ്ടത്, പെട്ടെന്ന് നമുക്ക് എന്താണ് തോന്നുന്നത്, ഒരു ഫിൽട്ടർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്താണ് തോന്നുന്നത്, എഡിറ്റ് ചെയ്യാത്ത രീതിയിൽ, ഫിൽട്ടർ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത്, അതിനെയാണ് ഐ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ റിയൽ സെൽഫ്. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനിൽ എന്ത് പറയണമെന്ന് ഇൻഡ്യൂറ്റീവായിട്ട് നമുക്ക് എന്ത് തോന്നുന്നോ, റിയലായിട്ട് എന്ത് തോന്നുന്നോ, അതാണ് ഐ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെൽഫിൻ്റെ ഒരു പാർട്ടാണ് എന്നതാണ് മീഡ് പറയുന്നത്. ഇത് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, അതുപോലെ ക്രിയേറ്റീവ് ആയിരിക്കും. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ സമയത്ത് നമുക്ക് ഓരോ രീതിയിലായിരിക്കും തോന്നുന്നത്. ഓക്കെ, അതേസമയം തന്നെ ഒരു സോഷ്യൽ എലമെൻറ്റ് നമ്മുടെ സെൽഫിൻ്റെ ഭാഗമായിട്ടുണ്ട്. സെൽഫിന് രണ്ട് പാർട്ടുണ്ട്, ഒന്ന് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പാർട്ട്, പിന്നെ ഒന്ന് സോഷ്യൽ പാർട്ട്. ഇൻഡിവിജ്വൽ പാർട്ടിനെയാണ് ഐ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ പാർട്ടിനെയാണ്. മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺഫോമിസ്റ്റ്, കൺവെൻഷണൽ ആൻഡ് ഹാബിച്വൽ പാർട്ട് ഓഫ് ദി സെൽഫ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് തോന്നുന്നത്, അത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഹൗ അതേഴ്സ് വിൽ സീ മീ, വാട്ട് അതേഴ്സ് വിൽ തിങ്ക് ഓഫ് വാട്ട് ഐ ഡു എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, സൊസൈറ്റീൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ആക്ഷൻസിനെ നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിനെയാണ് മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ഓർഗനൈസ്ഡ് പാർട്ട് ഓഫ് ദി സെൽഫ്. ഇറ്റ് ഈസ് ദി റിഫ്ലെക്സീവ് ആൻഡ് ഓർഗനൈസ്ഡ് പാർട്ട് ഓഫ് ദി സെൽഫ്. ഇവിടെ കുറച്ചും കൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള സൊസൈറ്റീൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇറ്റ് ഈസ് ദി എഡിറ്റഡ് ആൻഡ് സോഷ്യലി അഡ്ജസ്റ്റഡ് വേർഷൻ ഓഫ് യു. നമ്മുടെ ഒരു എഡിറ്റഡ് വേർഷൻ ആണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി സെൻസർ ബോർഡ് വിത്തിൻ യു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മീ ആണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ സോഷ്യലൈസേഷനിലൂടെയാണ് നമുക്ക് മീ കിട്ടുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു കുട്ടിയുടെ എക്സാമ്പിളിൽ പറഞ്ഞു, സിഗ്നിഫിക്കൻ്റ് അതേഴ്സിൽ നിന്ന് ജനറലൈസർ അതേഴ്സിലേക്ക് വരുമ്പോഴാണ് കുട്ടി ഒരുപാട് റൂൾസൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, പിന്നീട് റൂൾസൊക്കെ പഠിക്കുന്നതിലൂടെയാണ് അവർക്ക് മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ റൂൾസൊക്കെ പഠിച്ച് നമ്മുടെ മൈൻഡിലുണ്ട്. ആ ഒരു റൂൾസിനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ എലമെൻറ്റിനെയാണ് മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് സോഷ്യലൈസേഷനിലൂടെയാണ്. ഇറ്റ് ഈസ് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് കൺഫോമിറ്റി എന്നുള്ളതാണ്. അതായത് ഒരു സിറ്റുവേഷനിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മരണ വീട് നമ്മൾ ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഒരു മരിച്ച വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ അവരുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കും, അവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പൊതുവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ ഗോവയിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗാഡ്ജറ്റ്സോ ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മളൊരു മരണ വീട്ടിലേക്ക് പോകില്ല. അപ്പോൾ മരണ വീട്ടിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നതിന് ചില റൂൾസ് ഉണ്ട്, ചില നോംസ് ഉണ്ട്. അപ്പോൾ ഈ റൂൾസ് നോംസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് നമ്മുടെ സെൽഫിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡിനോട് ഈ മീ ആയിട്ടുള്ള മീ പാർട്ട് ഓഫ് അവർ സെൽഫ് നമ്മളോട് പറയും, നീ പോകുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ട് യു ഷുഡ് ഫോളോ ദിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സൊസൈറ്റീൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്, നമ്മുടെ സെൽഫിൽ തന്നെ സൊസൈറ്റീൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൽഫിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടാണ് ഐ എന്നുള്ളത്. നമുക്ക് എന്താണ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തോന്നുന്നത്, അതാണ് നമ്മുടെ ഐ. അതായത് വളരെ റിയലായിട്ട് നമുക്ക് തോന്നുന്ന അൺപ്രഡിക്റ്റബിൾ പാർട്ട് ഓഫ് അസ്. അതേസമയം സൊസൈറ്റീൻ്റെ ഒരു എലമെൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ പറഞ്ഞു സെൽഫ് ഡെവലപ്പ് ആകുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ്, സോഷ്യലൈസേഷനിലൂടെയാണ്. അങ്ങനെ സോഷ്യലൈസേഷനിലൂടെ, സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മുടെ മീ എന്നുള്ള പാർട്ട്. ഈ മീ നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെൽഫ് എന്ന് പറഞ്ഞാൽ ഐ ആൻഡ് മീ എന്നിങ്ങനെ രണ്ട് പാർട്ടാണ്. ഈ മീ ആണ് ശരിക്കും ജനറലൈസർ അതർ. ഓക്കെ, അതായത് ജനറലൈസർ അതറുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മുടെ മീ ഡെവലപ്പ് ആകുന്നത്. മീയും
ഐയും കൂടി ചേരുന്നതാണ് നമ്മുടെ സെൽഫ് എന്നതാണ് മീഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ഒരു കാര്യം ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഇനീഷ്യേറ്റീവ് ആദ്യം വരുന്നത് ഐൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. നമ്മുടെ സെൽഫിന് 2 ഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ ഐൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അപ്പോൾ മീ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മുടെ സോഷ്യൽ പാർട്ട് ഓഫ് സെൽഫ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഐ ആക്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് മീസ് ഗൈഡൻസ്. മീ നമ്മളോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഐ ആക്ട് ചെയ്യുക. പിന്നീട് ഐ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ മീ ഒബ്സർവ് ചെയ്യും, അതുപോലെ വേണ്ട സമയത്ത് ഇൻ്റർവെയിൻ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിങ്ങനെ അല്ല ചെയ്യേണ്ടത് നമ്മളോട് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു മനസ്സാക്ഷി അല്ലെങ്കിൽ ഒരു എന്താ പറയുക മീ എന്നുള്ള ഒരു സെൻസർ ബോർഡ് നമ്മളോട് പറയുമെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഐ ആൻഡ് മീ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ഡൈനാമിക്സ് ആണ് നമ്മുടെ സെൽഫ്. അതിലൂടെയാണ് ചെറിയ കുട്ടികൾ മുതൽക്ക് തന്നെ സെൽഫ് ഡെവലപ്പ് ആകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി നമ്മളിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൊസൈറ്റിയാണ് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സൊസൈറ്റിയാണ് ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്, സൊസൈറ്റിയാണ് മൈൻഡിനെയും സെൽഫിനെയും ഒക്കെ ഷെയ്പ്പ് ചെയ്യുന്നത്, സൊസൈറ്റിയാണ് ബേസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഡക്കീമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഡക്കീം ഇതേ രീതിയിലുള്ള ആർഗ്യുമെൻറ്റ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ മോഡേൺ സൊസൈറ്റിയിലുള്ള ഒരു കമ്പാരിസൺ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ സൊസൈറ്റിയിൽ മീ പാർട്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും. സൊസൈറ്റി എന്ത് പറയുന്നു എന്നതിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന രീതിയിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. അതേസമയം മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ സൊസൈറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമെന്നുള്ള ഒരു ഇൻഡിവിജ്വലിസം കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ഡക്കീമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഡക്കീം പറയുന്നുണ്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ് പ്രിമിറ്റീവ് ആൻഡ് ട്രഡീഷണൽ സൊസൈറ്റിയിൽ കൂടുതലായിരിക്കും, മോഡേൺ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. അതിനോട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ സെൽഫ് തിയറിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞൊരു കാര്യം സൊസൈറ്റീൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആക്റ്റ് ആണ് എന്നുള്ളതാണ്. ഈ ആക്റ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം ചെയ്യുന്നത്. ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതിന് ആക്റ്റ് എന്ന് പറയുന്നു, ഒന്നിലധികം വ്യക്തികൾ ചെയ്യുമ്പോൾ അതിന് സോഷ്യൽ ആക്റ്റ് എന്ന് പറയുന്നു. ഒരു ആക്റ്റിന് 4 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇമ്പൾസ് എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ബയോളജിക്കൽ ഫീലിംഗ്, ഒരു ഇമ്പൾസ് നമ്മുടെ ഉള്ളിലുണ്ടാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് പെർസെപ്ഷൻ എന്നുള്ളതാണ്. നമ്മൾ എന്ത് നീഡാണോ നമ്മുടെ മുമ്പിലുള്ളത് അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്നുള്ളതാണ്. ആ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന ആക്ച്വൽ പ്രോസസ്സിനെയാണ് കൺസ്യൂമേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സോഷ്യൽ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന ആക്റ്റാണ് സോഷ്യൽ ആക്ട്. സൊസൈറ്റി ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് സോഷ്യൽ ആക്ട്. ഒരുപാട് സോഷ്യൽ ആക്റ്റുകൾ കൂടി ചേരുമ്പോഴാണ് സൊസൈറ്റി ഉണ്ടാകുന്നത്. സിംബോളിക് ഇൻട്രാക്ഷൻസും ചെയ്യുന്നത് ഈ സോഷ്യൽ ആക്റ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ജെസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ഇൻട്രാക്ഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള മൂവ്മെൻറ്റുകളാണ് ജെസ്റ്റേഴ്സ്. ഈ ജെസ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ കോൺവെർസേഷൻസ് നടത്തുന്നത്. ഈ ജെസ്റ്റേഴ്സ് 2 രീതിയിലുണ്ട്. ഒന്ന് വെർബൽ ജെസ്റ്റേഴ്സ്, പിന്നെ ഒന്ന് നോൺ വെർബൽ ജെസ്റ്റേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ജെസ്റ്റർ മീനിങ്ഫുൾ ആണെങ്കിൽ അതിനെ സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റർ എന്നാണ് പറയുക. ഇങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ജെസ്റ്റേഴ്സിലൂടെ, സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾസിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലാംഗ്വേജ് ആണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിമ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മൈൻഡ് എന്താണെന്ന് പറഞ്ഞു. മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്നർ കോൺവെർസേഷൻ വിത്ത് വൺ സെൽഫ്. നമ്മളോട് തന്നെ സംസാരിക്കുക. ആ ഒരു ഇന്നർ കോൺവെർസേഷനെയാണ് മൈൻഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെവലപ്പ് ആകുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് എന്ന് മീഡ് പറയുന്നു. മൈൻഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. പിന്നെ റിഫ്ലെക്സീവ് തിങ്കിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് അവരുടെ തിങ്കിങ്ങിനെ അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള റിഫ്ലെക്സീവ് തിങ്കിങ് ആവശ്യമാണ് എന്നതാണ് മീഡ് പറയുന്നത്. ഓക്കെ, പിന്നെ സെൽഫ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ സെൽഫ് കൺസിസ്റ്റസ് ഓഫ് ഹിസ് ഓൺ തോട്ട്സ് അബൌട്ട് ദി യൂണിഫൈഡ് ഗോൾ ഓഫ് ഹിസ് ബോഡി, ഇമോഷൻസ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ബോഡീനെ കുറിച്ചും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചും നമ്മുടെ ആക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മുടെ യൂണിഫൈഡ് തോട്ട്സ് ആണ് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ സെൽഫ് ഇനീഷ്യലായിട്ട് നമ്മളുള്ള ഒരു കുട്ടിയാകുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാവില്ല. അതുണ്ടാവുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ സെൽഫ് തിയറിയിലൂടെ മീഡ് പറയുന്നത്. ഓക്കെ, പിന്നെ സെൽഫ് ഡെവലപ്പ് ചെയ്യാനുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇന്നർ കോൺവെർസേഷനാണ്, നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ ഔട്ടർ കോൺവെർസേഷനാണ്, സൊസൈറ്റിയുമായിട്ടുള്ള നമ്മുടെ
കോൺവെർസേഷൻസ്. പിന്നെ ഒരു കുട്ടിയിൽ സെൽഫ് ഡെവലപ്പ് ആകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കുട്ടികൾ സൊസൈറ്റിയിലുള്ള ആളുകളെ എന്താ പറയുക ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് സൊസൈറ്റി എന്താണ്, സൊസൈറ്റിയിലുള്ള റോൾസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവരുടെ കളികളിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും അതിലൂടെ അവരുടെ സെൽഫ് ഡെവലപ്പ് ആവുകയും ചെയ്യുന്നു. സിഗ്നിഫിക്കൻ്റ് അതർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് അതറിൽ നിന്നും ജനറലൈസ്ഡ് അതറിലേക്ക് വരുമ്പോൾ ലാർജർ സൊസൈറ്റിയാണ്. ഈ ലാർജർ സൊസൈറ്റിക്ക് വേറെ ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സിഗ്നിഫിക്കൻ്റ് അതറിൽ നിന്ന് ജനറലൈസ്ഡ് അതറിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ ഈ ലാർജർ സൊസൈറ്റിയുടെ നോംസ് വാല്യൂസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു സൊസൈറ്റിയുമായിട്ട് മിങ്കിളാവാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ സിഗ്നിഫിക്കൻ്റ് അതറിൽ നിന്ന് ജനറലൈസ്ഡ് അതറിലേക്ക് എത്തി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ സെൽഫ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നു. ഇങ്ങനെ സെൽഫ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ സെൽഫിൽ 2 ഭാഗമാണ് ഉണ്ടാവുക. ഒന്ന് ഐ എന്നുള്ള ഭാഗം, രണ്ടാമത്തേത് മീ എന്നുള്ള ഭാഗം. മീ എന്നുള്ളതാണ് ജനറലൈസ്ഡ് അതറിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള പാർട്ട്. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്, നമ്മുടെ റിയൽ സെൽഫാണ്. അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. മീ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൽഫിനകത്തുള്ള സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ആണ്. സൊസൈറ്റി എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളോട് പറയുന്ന ഒരു ശക്തി, അതാണ് മീ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെൽഫ് എന്ന് പറയുമ്പോൾ ഐയും മീയും കൂടി ചേർന്നതാണ്. ഈ ഐയും മീയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് സെൽഫ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ഒരു ആക്ഷനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഐ ആയിരിക്കും. ഐ എടുക്കുന്ന ഇനീഷ്യേറ്റീവിനെ മീ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ മീ പറയുന്ന ഗൈഡൻസിനനുസരിച്ച് ഐ ആക്ട് ചെയ്യുന്നു. അതുപോലെ ഐ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മീ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, ആവശ്യമുള്ള സമയത്ത് ഇൻ്റർവെയിൻ ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സെൽഫിൽ ഐയും മീയും തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മീയോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൊസൈറ്റിയെ അദ്ദേഹം ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് പറയുന്നു. സൊസൈറ്റിയാണ് നമ്മുടെ സെൽഫിനെയും മൈൻഡിനെയൊക്കെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയുന്നു. നമ്മൾ ഈ ഒരു തിയറിയെ വിളിച്ചത് തന്നെ സോഷ്യൽ സെൽഫ് തിയറി എന്നതാണല്ലേ. അതായത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ നമ്മുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു സോഷ്യോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മിയേഡിൻ്റെ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ഒരു തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓരോ സോഷ്യോളജിസ്റ്റുകളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവരുടേതായിട്ടുള്ള ഒരു വൊക്കാബുലറിയിൽ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ടേമുകൾ, സിഗ്നിഫിക്കൻ്റ് അതർ, ജനറലൈസ്ഡ് അതർ, ഐ മീ, ഇങ്ങനെയുള്ള ടേമുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമിൽ ഇത്തരം ടേമുകൾ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിയേഡിൻ്റെ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ഭാഗത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു ലൈവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.